രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ട്. അവരെ ബോധപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണെന്ന്. അവരെ മാത്രം അപമാനിക്കാനും മറ്റുള്ളവരെല്ലാം പരിശോധിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനുമാണ്. അതൊരു പുതിയ സംഭവമല്ലേ. നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായി സ്വീകരിക്കപ്പെട്ട UDF ഇവിടെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞു തുടങ്ങിയ പെൻഷൻ്റെ കാര്യം മുതൽ പെൻഷൻ കൈക്കൂലിയാണ് എന്നാദ്യം പറഞ്ഞു. പിന്നീട് ഈ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞു. എല്ലാം പൊളിഞ്ഞ് തമ്പോറായപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ ഓരോന്ന് പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷേ ഞങ്ങൾ രാജാക്കന്മാരാന്നാ നമ്മളൊന്നും ഒരു തരത്തിലും പരിശോധിക്കും. ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പമുള്ള ആര് പറയുന്നത്? പെട്ടി പുറത്തെടുത്തു വെച്ചു, അതിനുശേഷം പോയിക്കോ എന്ന് പറഞ്ഞു. ആ പെട്ടി പോലും പരിശോധിക്കുന്നില്ല. അപ്പോൾ ഒരു നാടകം സൃഷ്ടിക്കുന്നു എന്ന അല്ല. പെട്ടി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി പരിശോധിക്കുന്നു പറയും. പിന്നെ ഞാൻ അതിലൊന്നും എനിക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെടുന്ന പ്രശ്നമില്ല. സ്വാഭാവികമായിട്ടും അവർ പെട്ടി പരിശോധിക്കുന്നുണ്ട്, പരിശോധിക്കാതെ വിടുന്നുണ്ട്, കാറ് പരിശോധിക്കുന്നുണ്ട്, വണ്ടി പരിശോധിക്കുന്നുണ്ട്. ഇവിടത്തേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് തുടങ്ങി മാത്രമല്ല, കേരളത്തിലുടനീളം മുമ്പ് ഉണ്ടായതാണ്, ഇപ്പോഴും ഉണ്ട്. അത്രയേ ഉള്ളൂ. അതെല്ലാം തരംതാണ പ്രസ്താവനയാണ്. അതിലൊന്നും ഞാൻ പ്രതികരിക്കാൻ. ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇതിന് മാത്രം പരാതി, LDF-ന് ഒരു പരാതി, UDF-ന് പരാതി, അങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? താൻ തോന്നിയത്ത് കളിക്കുകയാണ്. പരിശോധിക്കുമല്ലോ, എല്ലാ വാഹനവും പരിശോധിക്കും. എപ്പോൾ പരിശോധിക്കാതെ അതിന്റെ കുഴപ്പമുള്ളതെന്ന് പരിശോധിച്ചോട്ടെ. എല്ലാം പരിശോധിക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലല്ലോ. മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ട് വരാം. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മ പോകണം. അങ്ങനെയുള്ള അമർഷവും പ്രതിഷേധമൊക്കെ രൂപപ്പെട്ട് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ്. ഏതും പരിശോധിച്ചോട്ടെ.